ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുന്ദരമായ ഈ ശഅബാനിൻ്റെ ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാനും കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാനും നൂറ് നീറുന്ന പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കുമുള്ളത്. അവരുടെ എല്ലാ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ അള്ളാഹു നമുക്ക് തുറന്നു തരുന്ന ഒരു വഴി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിൻ്റെ രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഇനി പറയുന്ന ഈ ഇസ്മ് നമ്മൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാ ഇടങ്ങേറും അള്ളാഹു മാറ്റിത്തരും. ഏതാണ് ആ ഇസ്മ് കേൾക്കണോ? ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായി അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാട് പറയാറുണ്ട് അല്ലേ? 99 പേരുകളുണ്ട് പടച്ചവര്. ആ പേരുകളിൽ നമ്മളിൽ അധികമാരും പറയാത്ത, അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇസ്മുണ്ട്. ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, കടങ്ങളും അതുപോലെ തന്നെ വീട് ജപ്തിയാണ്, അങ്ങനെ പ്രശ്നമാണ്, ലോൺ ഒരുപാടുണ്ട്, അടക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ മഹത്തുക്കൾ എല്ലാവരും ഏകോപിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ചെറിയൊരു സൂറത്ത് ഓതിയിട്ട് ഈ ഇസ്മ പറഞ്ഞാൽ ഡബിൾ ആയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ദുആക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഏതാണ് ഈ ഇസ്മ, അതെങ്ങനെയാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇരു ലോകവും വിജയിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്നലെയും മിനിഞ്ഞാന്നും ബറാഅത്ത് രാവിൻ്റെ ദിക്ർ മജ്ലിസ്, അതുപോലെ ഇന്നലത്തെ ദിക്ർ മജ്ലിസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ, യാ റബ്ബ്, എന്തോരം കമൻറ്റുകളാണ്. ഒരുപാട് ദുആ വസിയ്യത്ത്, ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ, ആ കാര്യം ഈ കാര്യം അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചു എല്ലാത്തിനും മറുപടി തരാനുള്ള ഒരു സമയം നമുക്കില്ല. അതുകൊണ്ടൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി എന്താണ് ആളുകൾ പറയുന്നത്, എന്തൊക്കെയാണ് വിഷമങ്ങൾ എന്നൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് പറയാറുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് മകളുടെ കല്യാണം അത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ കയ്യിൽ പൈസയൊന്നുമില്ല, എങ്ങനെ നടക്കുമെന്നറിയില്ല, ഉസ്താദ് ദുആരക്കണം. അതുപോലെ തന്നെ പ്രവാസികളായ പലരും അവിടെ ജോലിയൊന്നും നല്ലതുപോലെ ആകുന്നില്ല. പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ജോലിയൊക്കെ വലിയ പ്രയാസത്തിലാണ്, ശമ്പളം കിട്ടുന്നില്ല, കെട്ടിക്കിടക്കുകയാണ്. പിന്നെ നാട്ടിലേക്ക് പലരും വന്നു, എന്നിട്ടും നാട്ടിലൊരു ജോലി സെറ്റാവുന്നില്ല, അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. പലരുടെയും വീടുപണി നിർത്തി വെച്ചിരിക്കുകയാണ്, ഉസ്താദെ പൈസയില്ല. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും പൈസയില്ല, പലരും രോഗികളാണ്, വീട്ടിൽ തന്നെ ഉള്ള മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറഞ്ഞ് നിരവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സാമ്പത്തികമായ മേഖല ഭദ്രത ഉള്ളതാക്കാനും നമ്മുടെ കടങ്ങളൊക്കെ മാറി, നമുക്ക് ചില ആളുകൾക്ക് ഒരുപാട് ലക്ഷം രൂപ കടം കൊടുത്തത് തിരിച്ച് കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല. പലരും കടത്തിലാണ്, ലക്ഷങ്ങൾ രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുള്ളൊരു വഴി കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലരും പറയുന്നത്, ഉസ്താദേ ഞങ്ങളുടെ ഈ പ്രയാസം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ ഞങ്ങൾ എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. പക്ഷേ ലോട്ടറി എടുത്തിട്ടും നഷ്ടമാണ്, കാരണം ഒരു ലോട്ടറി പോലും അടിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് എത്ര കടം വന്ന് മുടിഞ്ഞാലും ലോട്ടറി എടുത്തിട്ടുള്ള പൈസ നമുക്ക് വേണ്ട. ആ ഒരു മാർഗത്തിലേക്ക് ഒരിക്കലും പോകരുത്, അത് ഹറാമായ പൈസയാണ്. എൻ്റെ ഉമ്മമാരും ഉപ്പമാര് ആ ഒരു മേഖലയൊക്കെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം വന്നാൽ നമ്മൾ അവസാന പിടിവള്ളിയായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ലോട്ടറിയൊക്കെ എടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അതായത് അവസാനം ലോട്ടറി എടുത്തേ പറ്റൂ എന്ന അവസരത്തിൽ പോലും അള്ളാഹുവിലുള്ള വിശ്വാസം, ഇൻഷാ അല്ലാഹ് പടച്ചോൻ എനിക്ക് എന്തെങ്കിലും വഴി തുറന്നു തരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു തആല ഇൻഷാ അല്ലാഹ് നല്ലൊരു മാർഗം നമുക്ക് തുറന്നു തരുന്നതാണ്. സത്യം പറഞ്ഞാൽ പലരും പറയുന്നുണ്ട്, ഉസ്താദേ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ അള്ളാഹു താല സമ്പത്ത് കൊടുക്കുന്നത്, പടച്ചോന് ഇഷ്ടമില്ലാത്തവരെ അള്ളാഹു താല സമ്പത്ത് കൊടുക്കില്ല, പരീക്ഷിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മക്കളെ കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് സൗഭാഗ്യങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകളിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെയാണ്? അതിനുള്ള പോംവഴിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. നമുക്കും അള്ളാഹുവിൻ്റെ
ഖൈറുകൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റണം. അതിനുള്ള ഒരു അവസരം നമുക്ക് അല്ലാഹു തആല തുറന്നു തന്നിരിക്കുന്നു. പരിശുദ്ധമായ ഈ ശഅബാൻ മാസം ഇനിയുള്ള ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോവുകയാണ്. ആ ഇസ്മു നമ്മൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ, എല്ലാ പേരുകൾക്കും മഹത്വമുണ്ട്, എല്ലാ പേരുകൾക്കും പല പല ഗുണങ്ങളുണ്ട്, എല്ലാ പേരുകൾക്കും പല പല പവറുകളുണ്ട്, എല്ലാ അള്ളാഹുവിൻ്റെ പേരുകൾക്കും ചില നിശ്ചിതമായ എണ്ണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ചില ഇസ്മുകൾ ചില സമയത്ത് പറഞ്ഞാൽ വേഗത്തിൽ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ പവറും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇസ്മും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹുവിന് അവൻ്റെ അടിമകൾ പറയുന്ന വാക്കുകളിൽ ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പേരാണ് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ. ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പറയുമ്പോൾ എത്രയോ ആളുകൾ കമൻ്റ് എഴുതിയിട്ടുണ്ടാവും, ഉസ്താദെ ഞങ്ങൾ ഈ ഒരു ഇസ്മ മുറുകെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ആ ഒരു കാര്യം കിട്ടി, ഈ ഒരു കാര്യം കിട്ടി, അത് ഈ ഇസ്മ ഞാൻ പറഞ്ഞിട്ട് ദുആ ചെയ്തതാണെന്ന് അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. യാ ബാസിത്തു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മ എന്താ? അതിൻ്റെ അർത്ഥം വിശാലത നൽകുന്നവനെ, ഐശ്വര്യം നൽകുന്നവനെ, വിരിച്ച് നൽകുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു ഇസ്മിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി കിതാബുകളുണ്ട്. ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും മൻ ഖാല, ഒരു മനുഷ്യൻ ഈ ഒരു ഇസ്മിനെ പറഞ്ഞാൽ ഫിൽ അസ്ഹാരി 10 മർറാത്ത്, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന സമയത്ത്, അതായത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള അത്താഴം, ഇടയത്താഴം എന്ന് പറയൂലേ, ആ ഒരു സമയത്ത് ഒരു മനുഷ്യൻ ഈ ഒരു ഇസ്മു പറഞ്ഞാൽ, അതായത് തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേക്കുന്ന സമയത്ത് സുബഹിക്ക് മുമ്പുള്ള സമയം ഒരാൾ എഴുന്നേറ്റിട്ട് ഈ ഒരു ഇസ്മ എന്താണ്? യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് നല്ല മനസ്സോടുകൂടി ഒരാൾ പറയുകയാണ്. എത്ര വട്ടം? 10 മർറാത്ത്, 10 പ്രാവശ്യം. 10 പ്രാവശ്യം ഈ ഇസ്മു പറഞ്ഞിട്ട് അവൻ്റെ 2 കൈയിൻ്റെ ഉള്ളിലേക്ക് ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അവൻ്റെ മുഖത്തും അവൻ്റെ ശരീരത്തും മുഴുവനും അവൻ തടകിക്കഴിഞ്ഞാൽ, മസഹ വജ്ഹിഹി, അവൻ്റെ മുഖത്തും അവൻ്റെ ശരീരത്തും തടകിയാൽ, ലം യഫ്തഖിർ അബദാ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം അല്ലാഹു തആല കൊടുക്കൂല. എന്ത് കൊടുക്കൂല? ദാരിദ്ര്യം. സമ്പത്തില്ലായ്മ അത് ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. മക്കൾ ഇല്ലാതാവുക അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ഈ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതും ദാരിദ്ര്യമാണ്. ജോലി ഹൈറായത് കിട്ടുന്നില്ല, ശമ്പളം സ്ഥിരമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ലതുപോലെ കിട്ടുന്നില്ല, ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ ഫഖറിൽപ്പെട്ടതാണ്, ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. പലതരത്തിലും ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലായ്മ മാത്രമല്ല ദാരിദ്ര്യം, നമ്മുടെ ഇൽമിൽ ദാരിദ്ര്യം വരും, അതുപോലെ നമ്മുടെ അമലുകളിൽ ദാരിദ്ര്യം വരും. ഒരാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്, പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതെന്താണ്? അവർക്ക് ആ സമയത്തുള്ള ദാരിദ്ര്യമാണ്, അള്ളാഹു കൊടുക്കുന്ന ചില ഒരു അവസ്ഥയാണ്, ചില പരീക്ഷണങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ പരീക്ഷണങ്ങൾ, മുഴുവൻ ദാരിദ്ര്യങ്ങൾ, ഫഖറുകൾ, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് കാരണമാണ്. എങ്ങനെ? എല്ലാ അത്താഴത്തിൻ്റെ സമയത്തും, അതായത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത്, അതായത് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റിട്ട് നല്ലതുപോലെ തഹജ്ജുദെല്ലാം നിസ്കരിച്ചിട്ട് നല്ല രൂപത്തിൽ നല്ല മനസ്സോടുകൂടി യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് 10 വട്ടം പറഞ്ഞിട്ട് ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അവൻ്റെ ശരീരത്ത് മുഴുവനും തടകണം. അള്ളാഹു ഇത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ചെയ്താൽ ഒരാളുടെ സാമ്പത്തികമായ ഭദ്രത, സാമ്പത്തികമായ ഉന്നതി അള്ളാഹു കൊടുക്കുന്നതാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കുന്നതാണ്. ഉസ്താദെ കല്യാണമാകുന്നില്ല, 10-30 വയസ്സ് കഴിഞ്ഞു, എന്തേ? ചില പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ്, ജോലിയുടെ പേര് പറഞ്ഞ്, വീട് ചെറുതാണ്, കെട്ടിച്ചയക്കാനുള്ള പൈസയില്ല, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. അത് ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഖൈറായ വിവാഹം നടക്കാൻ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് PSC എക്സാം എഴുതി ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ പതിവാക്കിയാൽ വീട് പണി നടക്കുന്നുണ്ട്, പക്ഷെ മുന്നോട്ടങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ രോഗങ്ങളുണ്ട്, അതൊക്കെ മാറാൻ ഫയുദാവിമു യാ ബാസിത്തു യാ അല്ലാഹ്, അവരെന്ത് പറയട്ടെ? ഈ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ വീണ്ടും മഹത്തുക്കൾ പറയുന്നു, ഒരാൾ ഒരു ദിവസം 72 പ്രാവശ്യം
ഓരോ ഇസ്മിനും ഓരോ എണ്ണമുണ്ട്. ഈ ഒരു ഇസ്മിൻ്റെ എണ്ണമായി പറയുന്നത് 72 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ അവൻ പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല എല്ലാ വിജയത്തിൻ്റെ കവാടങ്ങളും തുറന്നു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. വിജയത്തിൻ്റെ കവാടങ്ങൾ, ദുന്യാവും ആഖിറവും വിജയിക്കുന്നതാണ്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനാണ് ഈ ഒരു ഇസ്മുകൾ നിത്യമാക്കാൻ പറ്റും. നിസ്കാരമില്ല, നോമ്പില്ല, പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യൂല, വെറുതെ തോന്നിയവാസം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഇസ്മുകൾ പതിവാക്കാൻ പറ്റൂല. അള്ളാഹു അത് തോന്നിപ്പിക്കൂല. മറിച്ച് നിസ്കാരമുള്ള, നോമ്പ് കൃത്യമായി പിടിക്കുന്ന, ഖുർആൻ ഓതുന്ന, മറ്റുള്ളവരോട് പിണക്കങ്ങളൊന്നുമില്ലാത്ത, എല്ലാവരോടും ഇഷ്ടമുള്ള, ഹക്കിടപാടുകളൊക്കെ വീട്ടുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഇസ്മ പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കൂ എന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുറുകെ പിടിച്ചോ, യാ ബാസിത്തു യാ അല്ലാഹ്. വീണ്ടും മഹാന്മാർ പറയുകയാണ്, ഒരു മനുഷ്യൻ സൂറത്തു തകാസുർ ഓതിക്കഴിഞ്ഞ്, സൂറത്തു തകാസുർ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്താണ് സൂറത്തു തകാസുർ. ഈ സൂറത്തു തകാസുർ ഒരു മനുഷ്യൻ ഒരു വട്ടം ഓതി, എപ്പോ? എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഒരാൾ ഒരു വട്ടം സൂറത്തു തകാസുർ ഓതി. അത് കഴിഞ്ഞിട്ട് 10 മർറാത്ത് 10 പ്രാവശ്യം യാ ബാസിത്തു യാ ബാസിത്തു എന്നോ യാ ബാസിത്തു യാ അല്ലാ എന്നോ ഒരു മനുഷ്യൻ പറഞ്ഞാൽ, എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മാത്രമല്ല അവനെ ഇടങ്ങേറാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം ഒരു പരിചയായി ഈ ഒരു ഇസ്മും ഈ ഒരു സൂറത്തും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വീഡിയോയ്ക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. വേറൊന്നുമല്ല, നമ്മളൊരു ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്, പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം. കാരണം ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് വീഡിയോ കണ്ടിട്ട് താഴെ കമൻ്റായി എഴുതിയവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്, ഉസ്താദ് പല സമയത്തും പല നിസ്കാരത്തിലും ഞങ്ങൾ ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷെ ഉസ്താദ് പറഞ്ഞപ്പോൾ, ആ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ നിസ്കാരത്തിലെ തെറ്റുകളൊക്കെ പരിഹരിച്ചിട്ട് റമദാനിലൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ജനിച്ചത് മുതലേ നമ്മൾ വജ്ഹത്ത് ഓതുന്നവരാണ്, അല്ലെ, ഫാത്തിഹ ഓതുന്നവരാണ്. അതുപോലെ തന്നെ സുബ്ഹാൻ റബ്ബിൽ അലാ വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിൽ അലീം വബിഹംദിഹി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം വല്ലതും അറിയോ? അർത്ഥം അറിയാതെ ചുമ്മാ അടിച്ചുവിടുക, അല്ലെ? അപ്പൊ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരത്തിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കാണണമെന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ വരുത്തുന്ന പല തെറ്റുകളും എങ്ങനെ തിരുത്തണമെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് കാണാം. വീണ്ടും നമുക്ക് കാണാം, ഒരു മനുഷ്യൻ, ഇനി ഒരാൾക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം, അല്ലെ? മനുഷ്യന്മാരെ പല രൂപത്തിലാണല്ലോ. തഹജ്ജുദിന്റെ സമയത്തോ അല്ലെങ്കിൽ വെളുപ്പിനെ, അതായത് സുബഹിക്ക് മുമ്പുള്ള ടൈമിൽ ഒരാൾക്ക് ഈ ഇസ്മ പറയാൻ പറ്റുന്നില്ല, അയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സുബഹി ബാങ്ക് വിളിച്ചിട്ടേ എഴുന്നേക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ളുഹാ സമയത്ത്, ളുഹാ നമസ്കാരത്തിന് ശേഷം, ളുഹാ നിസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ളുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ളുഹാ നമസ്കാരം എപ്പോഴാണോ നിസ്കരിക്കുന്നത്, ആ നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ എന്തെല്ലാം ആ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അത് മുഴുവനും അവനിക്ക് അല്ലാഹു ഖൈറായ നിലയിൽ അടുപ്പിച്ചു കൊടുക്കുമെന്നും നമുക്ക് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഇനി ഒരു ഉമ്മ, ഒരു സഹോദരി, അവർക്ക് നിസ്കാരം ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്കും അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഇസ്മ പറയാമെന്നാണ്.
ഉസ്താദ് ഞങ്ങൾക്ക് ഈ ഒരു നിസ്കാരമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഈ ഇസ്മ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഏത് സമയത്തും നിങ്ങൾക്കും ഈ ഒരു ഇസ്മ എത്രയാണോ നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് അള്ളാഹു കൂലി തരും. ഇവിടെ ചില മഹത്തുക്കൾ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ പറയുന്നു ഈ ഇസ്മിൽ 4 അക്ഷരങ്ങളാണ്. ബാസിത്തു എന്ന ഇസ്മിൽ, ബാസിത്ത് എന്ന അള്ളാഹുവിൻ്റെ പേരിൽ 4 അക്ഷരം. ഒന്ന് ബാ, പിന്നെ അലിഫ്, സീന്, ത്വാ, ബാസിത്ത്. അപ്പോൾ 4 അക്ഷരമാണ്. ഓരോ അക്ഷരത്തിനും 1000 എന്ന എണ്ണം കൊടുത്തിട്ട് 4000, 4 അക്ഷരത്തിന് 4000 എണ്ണം, 4000 പ്രാവശ്യം 40 ദിവസം കൊണ്ട് 4000 പ്രാവശ്യം ഈ ഇസ്മ ഒരു മനുഷ്യൻ ഒരു കാര്യം മുൻനിർത്തി, അതായത് പടച്ചോനെ എനിക്ക് ഹൈറായ ഒരു വീട് തരണം, എനിക്ക് ഹൈറായ ഒരു ജോലി തരണം, എനിക്ക് ഹൈറായ ഒരു വിവാഹ ആലോചന അടുപ്പിച്ച് തരണം, അങ്ങനെ എന്താണോ ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു നല്ല ഉദ്ദേശമുള്ളത് ആ ഉദ്ദേശം സഫലീകരിച്ച് കിട്ടാൻ 40 ദിവസം കൊണ്ട് 4000 പ്രാവശ്യം യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ഉളിയത്ത് ഹാജത്തുഹു, അവൻ്റെ എന്താണോ ആവശ്യം ആ ആവശ്യം അള്ളാഹു നിർവഹിച്ചു കൊടുക്കുന്നതാണ്. 40 ദിവസം കൊണ്ടാണ് ഓതേണ്ടത്. ചിലപ്പോൾ ഇനി 40 ദിവസത്തിന് മുന്നേ അയാൾ ഓതി തീർത്താലും കുഴപ്പമില്ല. 40 ദിവസത്തിനേക്കാൾ അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് 4000 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമൊന്നുമില്ല. യാ ബാസിത്തു യാ അല്ലാ, 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 അല്ലേ? ഒരു മിനിറ്റിൽ തന്നെ ഒരുപാട് നമുക്ക് ചൊല്ലാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ മുറാദുകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഇസ്മ അത് ഒരു പിടിവള്ളിയാണ്. പിന്നെ നമുക്ക് കാണാം ഈ ഇസ്മ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫർളായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പം നിസ്കാരമുണ്ട്, ബന്ധങ്ങൾ നമ്മുടെ നന്നാക്കുക, നോമ്പ്, സക്കാത്ത്, ഹറാമിനെ സൂക്ഷിക്കുക, ഇതൊക്കെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇസ്മും കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ഖൈറുകൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നമുക്കൊരു 10 പ്രാവശ്യം ഇപ്പം തന്നെ ഈ ഒരു ഇസ്മ പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അല്ലാഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ. സാമ്പത്തികമായ ഭദ്രത അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാ ബാസിത്തു യാ അല്ലാഹ്, 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 യാ ബാസിത്തു യാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ്, ഉന്നതമായ വിജയം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ ഈ ഇസ്മ പറഞ്ഞിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ കയ്യിൽ മന്ത്രിക്കുക, എന്നിട്ട് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ റാഹത്തായി തടവുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇസ്മിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായില്ലേ? ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. എല്ലാവിധ ഖൈറും അള്ളാഹു നമുക്ക് തരുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, കുറച്ച് മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.